ഒരു അറബി പറഞ്ഞ കഥയാണ്. ഈ കഥ നടക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുന്നേ നടന്ന കഥയാണ്. വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ അറബികൾ പറയുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ നടന്നതാണ്. എന്താണ് ജാഹിലിയ കാലഘട്ടം നിങ്ങൾക്കറിയോ? അറബികളെ ഇസ്ലാമിന്റെ മുന്നേയുള്ള കാലഘട്ടത്തെയാണ് അവർ ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? തീർത്തും ധാർമ്മിക മൂല്യങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത സംസ്കാരശൂന്യമായ അരാജകത്വം നിറഞ്ഞ ആ സംസ്കാരത്തെയാണ് ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ അറബികളെ പെണ്ണ്, കള്ള്, യുദ്ധം ഈ മൂന്ന് കാര്യങ്ങളുമായി സംസ്കാരശൂന്യമായി ജീവിച്ചവരാണ്. ആ കാലഘട്ടമാണ്, ആ സംസ്കാരത്തെയാണ് ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തില് ഒരു കഥയുണ്ട്. എന്താണ് കഥ? ഒരു ജൂതനായ അറബി അവന്റെ വീട്ടിൽ ഒരു ഈത്തപ്പഴ മരം ഉണ്ടായപ്പോൾ അവന്റെ ദരിദ്രനായ സഹോദരനോട് പറഞ്ഞു, ഇത് വലുതായി ഫലം കായ്ക്കുമ്പോൾ ഞാൻ നിനക്ക് ഇതിൽ നിന്ന് നൽകാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ആ വാഗ്ദാനം കൊടുത്തതിന് ശേഷം ആ മരം വലുതായി ഫലം മുട്ടിട്ടപ്പോൾ ഈ ദരിദ്രനായ ജൂതൻ തന്റെ സഹോദരന്റെ അടുത്ത് പറഞ്ഞു, ഫലം എന്തായി? അതിൽ നിന്നും അത് മുട്ടിട്ടല്ലോ, എനിക്ക് നീ പറഞ്ഞ വിഹിതം തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് കുറച്ച് വലുതാവട്ടെ, അപ്പോൾ ഞാൻ പറഞ്ഞ വാഗ്ദാനം പാലിക്കാമെന്ന് പറഞ്ഞു. അപ്പോ ഈ ദരിദ്രനായ ജൂതൻ തിരിച്ചു പോവുകയും പിന്നെ ഈത്തപ്പഴം കുറച്ച് വലുതായപ്പോൾ അവൻ തിരിച്ചു വന്ന് വീണ്ടും വാഗ്ദാനം നൽകിയത് തരുമെന്ന് പറഞ്ഞപ്പോ ഈ ജൂതനായ അറബി പറഞ്ഞു, ഞാൻ നിനക്ക് വാഗ്ദാനം നൽകാം, അത് കുറച്ചും കൂടി പാകമാവട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞ വാഗ്ദാനം പാലിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അറബി തിരിച്ചു പോവുകയും അത് ഏകദേശം പാകമാവാനായപ്പോൾ ഇവൻ തിരിച്ചു വന്നിട്ട് തന്റെ സഹോദരനോട് പറഞ്ഞു, ഈ പറഞ്ഞ വാഗ്ദാനം പാലിക്കൂ, ഇപ്പൊ ഏകദേശം പാകമാവാനായില്ലേ, അതുകൊണ്ട് ഈ പറഞ്ഞ വാഗ്ദാനം പാലിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജൂതനായ അറബി പറഞ്ഞു, അത് വിളവെടുക്കാനാവട്ടെ, അപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദാനം പാലിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദരിദ്രനായ അറബി തിരിച്ചു പോവുകയും ഈ വിളവെടുക്കാനാവുന്നതിന്റെ ഒരു ദിവസം മുന്നേ ഈ ജൂതനായ അറബി എന്ത് ചെയ്തു? ആ ഈത്തപ്പഴ മരത്തിലുള്ള മുഴുവൻ ഈത്തപ്പഴവും എടുക്കുകയും എൻ്റെ സഹോദരന് ഒരു പീസ് പോലും, ഒരു കഷ്ണം പോലും ബാക്കി വെക്കാതെ മുഴുവനായിട്ട് എടുക്കുകയും ചെയ്തു. ഈ ദരിദ്രനായ അറബി വന്നപ്പോൾ ഈത്തപ്പഴ മരത്തിൽ ഒരു ഈത്തപ്പഴം പോലും കണ്ടില്ല. അങ്ങനെ ഈ ജൂതനായ അറബി വാഗ്ദാനം ലംഘിച്ചു. അത് ആ നാട്ടിൽ ആ കഥ പ്രസിദ്ധമാവുകയും ആ നാട്ടിൽ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വാഗ്ദാനം ലംഘിച്ചാൽ ഇയാളുടെ പേരിൽ ഇവനെ പോലെ അല്ലെങ്കിൽ അവനെ പോലെ വാഗ്ദാനം ലംഘിക്കുന്നവൻ എന്നായി. വാഗ്ദാനം ലംഘിക്കുന്നവൻ എന്നതിന് ഒരു പര്യായ പദമായി അവന്റെ പേര് ഉപയോഗിക്കൽ തുടങ്ങി. കവികളൊക്കെ അവരുടെ കവിതകളിൽ വാഗ്ദാനം ലംഘിക്കുന്ന ഒരു സന്ദർഭത്തെ ഇവന്റെ പേര് കൊണ്ട് ഉദാഹരിക്കൽ തുടങ്ങി എന്നതാണ് ഇന്ന് ഒരു അറബി പറഞ്ഞ തന്ന കഥ. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ. ഓക്കെ, ബൈ.